ഹായ് ഡിയേഴ്സ്, നിങ്ങൾക്കായുള്ള ഇന്നത്തെ മെസ്സേജ് ദ ബുക്ക് ഓഫ് ആൻസേഴ്സ്. ഇന്ന് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയെന്ന് നമുക്ക് നോക്കിയാലോ. ഡിവൈൻ പ്ലീസ് ഗൈഡ് മീ, പ്ലീസ് ഗൈഡ് മീ, പ്ലീസ് ഗൈഡ് മീ. ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവർക്ക് എന്നിലൂടെ ഒരു ഗൈഡൻസ്, ഒരു ക്ലാരിറ്റി, ഒരു മെസ്സേജ് നൽകിയാലും. ഡിവൈൻ പ്ലീസ് ഗൈഡ് മീ, പ്ലീസ് ഗൈഡ് മീ, പ്ലീസ് ഗൈഡ് മീ. ഡിവൈൻ പ്ലീസ് ഗൈഡ് മീ, പ്ലീസ് ഗൈഡ് മീ, പ്ലീസ് ഗൈഡ് മീ. ഡോണ്ട് ഇഗ്നോർ ദ ഒബ്വിയസ്. അതായത് ഇപ്പം ഇതിനെപ്പറ്റി പറയുമ്പോൾ ഒരു പഴഞ്ചൊല്ലാണ് ഓർമ്മ വരുന്നത്. കണ്ണടച്ച് ഇരുട്ടാക്കരുത് എന്ന് പറയുമല്ലോ. സത്യമായവയെ, വ്യക്തമായവയെ അവഗണിക്കരുത് എന്നാണ് ഇവിടെ യൂണിവേഴ്സ് നിങ്ങൾക്ക് നൽകുന്ന മെസ്സേജ്. അതായത് നിങ്ങളുടെ മുന്നിൽ തന്നെ ഉണ്ട് ആ ഒരു വ്യക്തത, അല്ലെങ്കിൽ ആ ഒരു സത്യമായ കാര്യം നിങ്ങളുടെ ഉള്ളിൽ തന്നെയുണ്ട്, അല്ലെങ്കിൽ മുന്നിൽ തന്നെയുണ്ട്. നിങ്ങൾ എന്ത് കാര്യത്തെക്കുറിച്ചാണോ ചിന്തിച്ചത് എന്നുണ്ടെങ്കിൽ ആ ഒരു കാര്യത്തിനെ കുറിച്ച് കൃത്യമായ ഒരു വ്യക്തത, കൃത്യമായ അല്ലെങ്കിൽ സത്യമായവ നിങ്ങളുടെ മുന്നിൽ തന്നെയുണ്ട്. പക്ഷേ നിങ്ങളൊരു തീരുമാനം എടുക്കുമ്പോൾ ആ സത്യമായവയെ നിങ്ങൾ അവഗണിക്കാൻ തയ്യാറായി നിൽക്കുകയായിരിക്കും. അല്ലെങ്കിൽ ഒന്നില്ലെങ്കിൽ മനഃപൂർവ്വം മറക്കുന്നതായിരിക്കാം, അല്ലെങ്കിൽ അറിയാതെ മറന്നു പോകുന്നതായിരിക്കാം. ഏതാണ് നിങ്ങളുടെ സാഹചര്യം എന്നുണ്ടെങ്കിലും ഈ വ്യക്തമായവയെ അല്ലെങ്കിൽ സത്യമായവയെ ഒരിക്കലും അവഗണിക്കരുത് എന്നാണ് ഇവിടെ യൂണിവേഴ്സ് നിങ്ങൾക്ക് നൽകുന്ന മെസ്സേജ്. ഒരു പക്ഷേ നിങ്ങളുടെ സാഹചര്യം അതായിരിക്കാം, നിങ്ങൾക്ക് അത് ചെയ്തേ പറ്റുള്ളൂ, ഫോഴ്സ് ചെയ്യപ്പെടുന്നുണ്ടായിരിക്കും, നിങ്ങളുടെ സിറ്റുവേഷൻ അത് നിങ്ങളെ ഫോഴ്സ് ചെയ്യുന്നുണ്ടായിരിക്കാം അത് ചെയ്യുന്നു പറഞ്ഞിട്ട്. പക്ഷേ എന്ത് തന്നെയായാലും നിങ്ങളുടെ ഉള്ളിൽ ആ ഒരു സംഭവം ഉണ്ടല്ലോ, ആ ഒരു ഇന്നർ വോയിസ്, ആ ഇന്നർ വോയിസും ഇത് തന്നെയാണ് പറയുന്നത്. സത്യമായവയെ, വ്യക്തമായവയെ ഒരിക്കലും അവഗണിക്കരുതെന്ന്. അപ്പം ഇതാണ് നിങ്ങൾക്കുള്ള മെസ്സേജ്. താങ്ക് യു ഡിയേഴ്സ്.